അപ്പൊ അടുത്ത മാസം 11-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി നിശ്ചയം. എന്നിട്ട് ജൂണിൽ നല്ല നേരം നോക്കി ഒരു ചടങ്ങും. അങ്ങനെ അല്ലയോന്നാ? ആ, നിശ്ചയത്തിന്റെ തീയതി ഇപ്പൊ തീരുമാനിച്ചാൽ മതി. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ. അതെ, പിന്നെ എല്ലാവരും ധാരണയില്ല. അതങ്ങനെ തന്നെയാ. എങ്കിലിപ്പോ നമ്മൾ ആളുകളോട് പറയുമ്പോ ഈ ഫോട്ടോ കാണുമ്പം അങ്ങനെ ദൂഷ്യൊന്നും തോന്നുന്നില്ല. കളറിലായതിന്റെയാ. അമ്മ ആളെ കണ്ടല്ലേ? അവരിറങ്ങാൻ തുടങ്ങായിരിക്കും. വിശ്വനാഥൻ, ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ച്. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ, മൂത്തത് ഇളയതും എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ മകൻ നമ്മളെ വോട്ട് ചട്ടിയില്? കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയം ഒന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരു 2.5-3 കൊല്ലം മുമ്പ്. ഏയ്, ഞാനെന്നൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക, കോളേജില്ല. മൂവാറ്റുപുഴയും തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അമ്മാവാ അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന്. ഇപ്പൊ പിടി കിട്ടിയോ? നിങ്ങൾക്ക് ആള് മാറിയിരിക്കും. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ ഗോവിന്ദ പിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ. നിന്റെ പുറത്തിട്ടൊരു വീക്ക് എന്നെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്? ആഹാ, പിന്നെ ഉരുളാൻ നോക്കാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണ പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. എന്നോട് പോകാനാ പറഞ്ഞേ. വിശ്വം, നീ വരാൻ. വിശ്വം, വിശ്വം, എടാ വിശ്വം. തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങിച്ചിട്ടും പറ്റൂല. നിന്റെ ആ കിഴവൻ എന്തോ വട്ട് പറഞ്ഞെന്ന് വെച്ച്. കിഴവന് വിട്ടൊന്നുമില്ല, നല്ല സ്വഭാവമുണ്ട്. എന്തിനാ കൂടുതൽ? ഉപകാരമൊന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് കൊടുത്താൽ മതിയല്ലോ. എവിടെ എനിക്ക് എവിടെ അറിയാവൻ? എടാ എടാ വിശ്വം, പറയടാ, എന്താ ഉണ്ടായത്? പറ. ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛാ, അങ്ങനെ ആള് മാറിയതാ. എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെയോ കണ്ടിട്ട്. സത്യം പറയടാ. നേരെ പറഞ്ഞു നിന്നെ ഞാൻ വിടൂ. അച്ഛനോട് ഞാൻ നേരെ പറയൂ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനത് ബോധ്യമാകും.
അച്ഛനെന്തിനാ ദേഷ്യപ്പെട്ടത്? ഏയ് ചുമ്മാ. അറിഞ്ഞല്ലോ, സംഗതി അലങ്ങി. അറിഞ്ഞു. നിനക്കതിൽ പ്രയാസമൊന്നുമില്ലേ? സന്തോഷമാണോ? ഹാവു, ഏതായാലും അദ്ദേഹം കാരണം അങ്ങനെ ചില സഹായങ്ങളും ഉണ്ട്. അത്രയും നല്ലത്. ആര് കാരണം? അല്ല, അത് ഞാൻ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറയായിരുന്നേ. ഒരു ദൈവഭക്തൻ. ഹാ ബൽബാന്ധവാ, എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എൻ്റെ കുഞ്ഞിവിടെ വരിക സുമകളെ. എനിക്കാണേലും എപ്പോഴും പേടിയാ. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഓ, അങ്ങനൊന്നും എളുപ്പം തെറ്റിപ്പോകുന്ന മനസ്സല്ല വിശ്വനാഥന്റേത്. അല്ല, എന്നാലും ഈ ജോലി, കല്യാണം, പെരുവണി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ചേച്ചി അതൊക്കെ നടക്കേണ്ട സമയത്തേ നടക്കൂ. അതെനിക്കറിയാം. അതെപ്പോഴെങ്കിലും കിട്ടിക്കോട്ടെ. എന്റെ പ്രയാസം അതല്ല എൻ്റെ സുമകളെ. അച്ഛനും മോനും തമ്മിൽ നേർക്കുനേരെ മിണ്ടിയിട്ട് 1.5 മാസമായി. രണ്ടുപേരും വാശിയില്ല. അവനാണെങ്കിൽ ഇപ്പോഴിപ്പോ വന്ന് ഒറ്റ ജോലിക്കും അപ്ലൈ ചെയ്യുന്നില്ല. സാവിത്രി, സാവിത്രി, എടി സിന്ധു, നിന്റെ അമ്മയെ വിളിക്ക്. അമ്മേ. ഓ, ഇതെന്താ തേങ്ങാക്കാരടുത്ത് പോണെന്ന് പറഞ്ഞു പോയിട്ട്? അങ്ങോട്ടേക്കൊന്നും പറഞ്ഞ് തന്നെ ഇറങ്ങിയത്. പക്ഷെ വഴി പോസ്റ്റ് ഓഫീസിലൊന്ന് കയറി. എന്തോ അങ്ങനെ തോന്നി. ഇതെന്താ ഇത്? നമ്മുടെ കുഞ്ഞിനൊരു ജോലി. ഈശ്വര, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പിന്നെ ഒന്നിനും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അതെ. ഇതേ അവനൊരു 8-9 മാസം മുമ്പ് മദ്രാസിലൊരു ഇന്റർവ്യൂവിന് പോയത് ഓർമ്മയുണ്ടോ? ഒരു മെറൈൻ എക്സ്പോർട്ട് കമ്പനിയുടെ ഇന്റർവ്യൂ. നമ്മുടെ വിളയിലെ രാജിന്റെ വീട്ടിൽ താമസിച്ച് പോയ ഇന്റർവ്യൂ. ആ, അതിന്റെയാ. അയ്യോ, അത് നല്ല ജോലിയല്ലേ? പിന്നെ 3 മാസത്തേക്ക് പ്രൊബേഷൻ, അത് കഴിഞ്ഞാൽ പെർമനന്റ്. എവിടെയാ അവൻ? വിശ്വം. അവൻ ആ പാടത്തോ പറമ്പിലോ എങ്ങാനും കാണും. നീ പോയി വിളിച്ചോണ്ട് വാ. അപ്പോ ജോലി മദ്രാസിലായിരിക്കോ? അല്ല, തൽക്കാലം കൊച്ചിയിൽ അവരുടെ ഹെഡ് ഓഫീസ്. പിന്നെ മദ്രാസിലോ വിശാഖപട്ടണത്തോ ബോംബെയിലോ എവിടെയൊക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ടോ അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പോട്ടെ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. 41 ചൊവ്വാഴ്ച തൊഴുത് തയ്ക്കുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടുന്ന ആ ജോത്സ്യൻ പറഞ്ഞത് എന്താ അച്ചട്ടായെന്ന് നോക്കിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ജോലി കിട്ടിയിട്ട് എടുക്കാൻ വെച്ചിരുന്ന പോലെ. ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ബ്ലേഡ് വാങ്ങിക്കാൻ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടായല്ലോ. ഇനിയിപ്പോ നിനക്കാരാ കല്യാണക്കാരൻ വരുന്നതെന്ന് ഞാൻ കൂടി ഒന്ന് അറിയും. ആരായിരിക്കും? ആരായാലും നല്ല സ്വയംഭം പയ്യനായിരിക്കും. വല്ല ഡോക്ടറോ IAS എഞ്ചിനീയറോ. അയ്യോ, നീ നോയിക്കോടി പെണ്ണേ. ഒരു 6 മാസം ഒന്ന് തള്ളട്ടെ, ഞാൻ കാണിച്ചു തരാം. ഏതായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഈ കാടും പടലും ഒക്കെ ഒന്ന് തെളിഞ്ഞാൽ തന്നെ ഐശ്വര്യമായി. നല്ല പാടാ. Come in. ചാർജ് എടുത്തോ? സർ. ഇരിക്കേ. നല്ല ദിവസവും നേരവും ഒക്കെ നോക്കിയാണോ ചാർജ് എടുക്കാൻ വന്നത്? സർ. അമ്പലത്തിൽ പോയോ? പോയി. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണോ? സർ. അത്രയും നല്ലത്. ഗോപി, ഒന്നിങ്ങോട്ട് വരൂ. പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സെക്ഷനിലും ഒരു 2 ആഴ്ച വീതം ട്രെയിനിങ് ഉണ്ടാവും. പ്രൊബേഷൻ തീരുന്നത് വരെ മാസം 1500 രൂപ തരും. സർ. പ്രൊബേഷൻ തീർന്ന് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കപ്പാസിറ്റിയും നോക്കിയിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിലോ സെക്ഷനിലോ പോസ്റ്റ് ചെയ്യും. ശമ്പളവും നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും നോക്കി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്.
നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അന്നത്തെ മദ്രാസ് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയ ഒരു പയ്യൻ, എ കന്നഡ ബോയ്, രാമകൃഷ്ണ. അവൻ പോയതുകൊണ്ടായി ഇപ്പൊ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാർഡ് അയച്ചത് അല്ലേ? അവനെ ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഫിക്സ് ചെയ്യുന്ന 3000 രൂപയ്ക്കാണ്. സർവീസിലിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ മൈ മാർക്കറ്റിംഗ് മാനേജർ ഇൻ അനദർ 1 ഇയർ. അല്ലേ ഗോപി? അതെ, ഓൾ ഫെയ്റ്റ്. അവനൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് മരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം. അവന്റെ കസേരയിൽ ആ വിശ്വാസൻ ഇരിക്കുന്നത്. പേടിയുണ്ടോ? ഇല്ല, ഈ സിറ്റിയിലായതിൻ്റെ ഒരു പേടിയുള്ളൂ. എന്താ ഈ സിറ്റിയില്? അല്ല, ഇവിടെ ഒരുപാട് ട്രാഫിക് അപകടങ്ങള്. സൂക്ഷിച്ചാ മതി. വണ്ടിയുണ്ടോ? ഇല്ല. അവന് ഇവിടെ വന്നിട്ട് വാങ്ങുകയായിരുന്നു. ആ, വണ്ടി എടുത്താലും വെള്ളം അടിച്ചോണ്ട് ഓടിക്കായിരുന്നാ മതി. ഇപ്പൊ നിങ്ങള് ഗോപുരുടെ ചെല്ല്. ഹി വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ദി സ്റ്റാഫ്. സർട്ടിഫിക്കറ്റ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കാൻ ആ ഹെഡ് ക്ലർക്കിനോട് പറയും. സർ. താങ്ക് യു സർ. ആ